സാധാരണഗതിയിൽ പൊതുതെരഞ്ഞെടുപ്പുകളിൽ പോലും കാണാത്തത്ര ആവേശത്തിൽ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന്റെ ആവേശം മുഴുവൻ കൊട്ടിയിറങ്ങുമ്പോൾ ഇനിയുള്ള മണിക്കൂറുകൾ കൂട്ടിക്കിഴിച്ച കണക്കുകളും ഓടിയുറപ്പിച്ച വോട്ടുകളുമൊക്കെ പെട്ടിയിലാക്കാനുള്ള അവസാന ശ്രമത്തിന്റേതാണ്. ബിജെപി അനുകൂല മണ്ഡലമെന്ന 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ വിധിയെഴുതിയ മണ്ഡലത്തിൽ സിറ്റിംഗ് MLA ഷാഫി പറമ്പിൽ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ വണ്ടി കയറിയതോടെ പാലക്കാട് ചർച്ചകളിൽ ഇടം പിടിച്ചിരുന്നുവെങ്കിൽ അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ ഈ ഉപതെരഞ്ഞെടുപ്പിനെ പ്രവചനാതീതമാക്കുന്നു. പ്രിയങ്ക ഗാന്ധി എന്ന നേതാവിന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിന് കിട്ടാത്തത്ര മാധ്യമ ശ്രദ്ധ പാലക്കാടേക്ക് എത്തുന്നത് ബിജെപി കോൺഗ്രസ് ഡീൽ തുറന്നു പറഞ്ഞ പി സരിന്റെ ആദ്യ വാർത്താസമ്മേളനം മുതലാണ്. സരിന് പിന്നാലെ സംസ്ഥാന ജില്ലാ നേതാക്കൾ ഓരോന്നോരോന്നായി കോൺഗ്രസിനോട് കലഹിച്ച് പുറത്തേക്കിറങ്ങുമ്പോഴും അനങ്ങാപ്പാറ നയം സ്വീകരിക്കാൻ കോൺഗ്രസ് നിർബന്ധിതമായത് VD സതീശന്റെ കടുംപിടുത്തത്താലാകണം. രാഹുലോ പ്രിയങ്കയോ എത്തുമ്പോൾ ലീഗിന്റെ പച്ചക്കൊടി ഉയർത്താൻ പോലും അനുവദിക്കാത്തത്ര പ്രത്യേകതരം മതനിരപേക്ഷ നിലപാടുള്ള കോൺഗ്രസിന് പാലക്കാട് SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വർഗീയ വോട്ടുകൾ വാങ്ങി പെട്ടിയിലിടാൻ ഒരു മടിയും ഉണ്ടാകുന്നില്ല. വ്യാജപ്പണം, വ്യാജമദ്യം, വ്യാജ വോട്ട്, വ്യാജ പ്രസിഡന്റ്, അങ്ങനെ അടിമുടി വ്യാജന്മാർ അരങ്ങുവാണ പാലക്കാട് കോൺഗ്രസിന്റെ ഇന്നിന്റെ ജനാധിപത്യ മുഖം പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളെ കൂട്ടിയിട്ട് കത്തിക്കണമെന്ന് പറഞ്ഞ സന്ദീപ് വാര്യരാണ്. കയറ് വലിയുമ്പോൾ മാത്രമേ പശുവിന് പാരതന്ത്ര്യത്തിന്റെ ബോധമുണ്ടാകൂ എന്ന് പറഞ്ഞ പോലെ സന്ദീപ് വാര്യരുടെ കഴുത്തിലുള്ള സ്നേഹത്തിന്റെ ചായക്കടയുടെ കന്നിമൂല RSS ശാഖയ്ക്ക് കാവൽ നിന്ന സുധാകരനും ഗോൾവാൾക്കറെ പൂജിച്ച VD സതീശനുമായതിനാൽ പാരതന്ത്ര്യത്തിന്റെ ശങ്ക ഉണ്ടാകുകയുമില്ല. കൊടുക്കൽ വാങ്ങലുകൾ കൊണ്ട് കളം നിറഞ്ഞ പാലക്കാടൻ പോരിൽ ജനവിധി ആരെ തുണയ്ക്കും?